ഇറാൻ ഇസ്രയേൽ സംഘർഷം കൂടുതൽ കടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, യുദ്ധഭൂമിയിലെ ഏറ്റുമുട്ടലുകൾ മാത്രമല്ല പ്രതിരോധ ഉൽപ്പാദന സംവിധാനങ്ങളെയും ലക്ഷ്യമിടുന്ന ഒരു പുതിയ തന്ത്രപരമായ മാറ്റമാണ് ഇപ്പോൾ വ്യക്തമായി കാണുന്നത്. ഇസ്രയേലിലെ പെതേട്ടിക്കവയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ഡ്രോൺ നിർമ്മാണ കേന്ദ്രത്തിന് നേരെയുണ്ടായ ഇറാനിയൻ മിസൈൽ ആക്രമണം ഈ മാറ്റത്തിന്റെ ഏറ്റവും ശക്തമായ ഉദാഹരണമായി മാറിയിരിക്കുകയാണ്. സൈനിക ആവശ്യങ്ങൾക്കായി നിർണായക ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്ന ഈ സൗകര്യം ഗുരുതരമായി തകർന്നതോടെ യുദ്ധത്തിന്റെ സ്വഭാവം നേരിട്ട് പ്രതിരോധ വ്യവസായം ലക്ഷ്യമാക്കുന്ന ഘട്ടത്തിലേക്ക് കടന്നുവെന്നത് വ്യക്തമായി. ഈ ആക്രമണത്തിൽ തകർന്നത് എയറോസോൾ ഏവിയേഷൻ സൊല്യൂഷൻസ് പ്രവർത്തിപ്പിച്ചിരുന്ന ഒരു നിർണായക ഡ്രോൺ നിർമ്മാണ കേന്ദ്രമാണ്. ഇസ്രയേൽ സൈന്യത്തിന് ആവശ്യമായ ഡ്രോണുകൾ, ബോംബ് ഘടകങ്ങൾ, പൈലറ്റ് ഹെൽമറ്റുകൾ എന്നിവയുടെ വിതരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഈ സൗകര്യം ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമായി. സ്ഫോടനത്തിന്റെ ആഘാതം അത്ര ശക്തമായിരുന്നു എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കെട്ടിടത്തിന്റെ ഘടന തന്നെ നിലനിൽക്കാത്ത അവസ്ഥയിലേക്കാണ് മാറിയതെന്നും പുനർനിർമ്മാണം പോലും അതേ സ്ഥലത്ത് സാധ്യമല്ലെന്നുമാണ് കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത്. മിസൈൽ ഫാക്ടറിയുടെ പരിധി കടുത്തുപതിച്ചതോടെ ഒരു വലിയ ഗർത്തവും വ്യാപകമായ ആഘാത മേഖലയും രൂപപ്പെട്ടു. ഈ ആക്രമണം യാദൃശ്ചികമല്ല, മറിച്ച് കൃത്യമായി ലക്ഷ്യമിട്ടതാകാമെന്ന സംശയവും ഉയരുന്നു. പൊതുജനങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങൾ ഉപയോഗിച്ച് ഈ കേന്ദ്രത്തിന്റെ സ്ഥാനം തിരിച്ചറിഞ്ഞിരിക്കാമെന്ന അഭിപ്രായമാണ് കമ്പനിയുടെ സിഇഒ മുന്നോട്ടുവെച്ചത്. ഇതിലൂടെ ആധുനിക യുദ്ധത്തിൽ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് എത്രത്തോളം ശക്തമായ ആയുധമായി മാറിയിരിക്കുകയാണെന്നതും വീണ്ടും തെളിയുന്നു. ഈ സൗകര്യത്തിന്റെ നാശം ഇസ്രയേൽ പ്രതിരോധ മേഖലയ്ക്ക് താൽക്കാലികമായെങ്കിലും ഗണ്യമായ തിരിച്ചടിയായി കണക്കാക്കപ്പെടുന്നു. ഡ്രോൺ നിർമ്മാണവും അനുബന്ധ ഉപകരണങ്ങളുടെ വിതരണവും തടസ്സപ്പെട്ടതോടെ സൈനിക പ്രവർത്തനങ്ങളുടെ തുടർച്ചയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. എന്നിരുന്നാലും കമ്പനിയുടെ ആഭ്യന്തര സംവിധാനങ്ങൾ മുഴുവനായും തകർന്നില്ലെന്ന വിലയിരുത്തലുമുണ്ട്. ചില നിർണായക ഡേറ്റയും പ്രൊഡക്ഷൻ ഫയലുകളും കുറച്ച് ഉപകരണങ്ങളും വീണ്ടെടുക്കാനായതായി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ഭൗതിക നാശനഷ്ടങ്ങൾ വലുതായിരുന്നാലും സാങ്കേതിക ക്ഷതി പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടില്ലെന്നതാണ് അവരുടേതായ നിലപാട്. സാമ്പത്തികപരമായും ഈ ആക്രമണം വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഏകദേശം കോടിക്കണക്കിന് ശെക്കൻ വിലമതിക്കുന്ന നാശനഷ്ടമാണ് കണക്കാക്കപ്പെടുന്നത്. അടുത്തിടെ ഏറ്റെടുത്ത കരാറുകളും പുതിയ നിക്ഷേപങ്ങളും ഉൾപ്പെടെയുണ്ടായ നഷ്ടം കമ്പനിക്ക് ദീർഘകാല സാമ്പത്തിക വെല്ലുവിളികൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. പുനർനിർമ്മാണവും പ്രവർത്തനങ്ങൾ മാറ്റിസ്ഥാപിക്കുന്നതും സമയവും വിഭവങ്ങളും ആവശ്യപ്പെടുന്ന പ്രക്രിയകളാണ്. എന്നിരുന്നാലും ഈ തിരിച്ചടിക്കിടയിലും പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ കമ്പനി ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. മറ്റൊരു സ്ഥലത്തേക്ക് ഉൽപ്പാദനം മാറ്റുന്നതിനും പ്രതിരോധ പങ്കുകാരുമായി സഹകരിച്ച് വിതരണ ശൃംഖല പുനഃസ്ഥാപിക്കുന്നതിനും ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ജീവനക്കാർ തന്നെ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്ത് അവശേഷിക്കുന്ന ഉപകരണങ്ങളും രേഖകളും വീണ്ടെടുക്കാൻ ശ്രമിച്ചത് ഈ പ്രതിസന്ധിയിൽ മനുഷ്യശ്രമത്തിന്റെ പങ്ക് വ്യക്തമാക്കുന്നു. മൊത്തത്തിൽ ഈ സംഭവം ഒരു ഫാക്ടറിയുടെ നാശമല്ല, അത് യുദ്ധത്തിന്റെ ദിശയിൽ സംഭവിച്ച വലിയ മാറ്റത്തിന്റെ സൂചനയാണ്. ഇനി യുദ്ധം മുൻനിരയിലുള്ള സൈനികരെ മാത്രമല്ല ലക്ഷ്യമിടുന്നത്, മറിച്ച് അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യവസായ ശൃംഖലകളെയും ഉൽപ്പാദന കേന്ദ്രങ്ങളെയുമാണ്. പ്രതിരോധ വ്യവസായം തകർന്നാൽ യുദ്ധഭൂമിയിലെ ശക്തിയും ദുർബലമാകുമെന്ന് ഈ ആക്രമണം വ്യക്തമാക്കുന്നു. അതിനാൽ ഭാവിയിലെ സംഘർഷങ്ങളിൽ ഇത്തരം സ്ട്രാറ്റജിക് ഇൻഡസ്ട്രിയൽ ടാർഗറ്റുകൾ കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു.